ഷാലോം ടെലിവിഷൻ്റെ ഡെയിലി മിറർ പ്രോഗ്രാമിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഈ ഡെയിലി മിറർ പരിചിന്തനങ്ങൾ ദൈവത്തിൻ്റെ വചനം അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ അതേപ്രകാരം പ്രായോഗികമാക്കാം എന്നതിനെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കുടുംബത്തെക്കുറിച്ചുള്ള സിനഡിന് ശേഷം ഇറക്കിയ അമോരിസ് ലെത്തീത്സിയ, സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്ന ആ അപ്പസ്തോലിക ഉപദേശത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടാകും. ആ പുസ്തകം നമ്മളുടെ POC പാസ്റ്റൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ കേരളത്തിൽ പാലാരിവട്ടത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്. അവർ ഇറക്കിയിട്ടുള്ള അതിൻ്റെ മലയാളം തർജ്ജമയാണിത്. നിങ്ങൾ പലരും അത് കണ്ടു കാണും, വായിച്ച് കാണും. ഇല്ലെങ്കിലത് വായിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഞാനിത് പറയുന്നത്. എല്ലാവരും അത് വായിക്കണം. കുടുംബജീവിതക്കാർ മാത്രമല്ല, വൈദികരും സന്യസ്തരും ഒക്കെ ഇത് വായിക്കണം. കാരണം മറ്റൊന്നുമല്ല, കുടുംബമാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ഈ കുടുംബത്തെക്കുറിച്ച് ഇന്ന് സഭയുടെ കാഴ്ചപ്പാട് എന്താണ്? ഈ സിനഡിലൂടെ ഉരുത്തിരിഞ്ഞ കാഴ്ചപ്പാട്, അതിനെ ഔദ്യോഗികമായിട്ട് പരിശുദ്ധ പിതാവ് അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കുടുംബമില്ലാതായാൽ സഭയും സമൂഹവും ശിഥിലമാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണത്. നമ്മളെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതങ്ങനെ തന്നെ സംഭവിക്കും, ഇതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ. പരിശുദ്ധ പിതാവ് ഈ കുടുംബം എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ കാരണമുണ്ട്. ഇതുവരെയും ഒരുപക്ഷെ സഭയെ കണ്ടിരുന്നത് ഹയരാർക്കിയുടെ അല്ലെങ്കിൽ ഹയരാർക്കിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഹയരാർക്കിയെ ഉപേക്ഷിച്ചുകൊണ്ടല്ല മാർപ്പാപ്പ അത് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, സഭ ഹയരാർക്കിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും പല രേഖകളും രണ്ടാം വത്തിക്കാൻ സുനകദോസിന് മുമ്പ് ഇറങ്ങിയിരുന്നത്. അതായത് സഭയിലെ പൗരോഹിത്യവും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും എല്ലാമാണ് ആദ്യം വരേണ്ടത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. അവരാണ് നേതൃത്വം, ആ നേതൃത്വത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. നേരെ മറിച്ച് രണ്ടാം വത്തിക്കാൻ സുനകദോസ് ദൈവജനം എന്നുള്ളൊരാശയം അവതരിപ്പിച്ചു. എല്ലാവരും ദൈവജനമാണ്, ഈ ദൈവജനമാണ് സഭ. ആ ദൈവജനത്തെ നയിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് അതിൻ്റെ നേതൃത്വത്തിലുള്ളവർ. സ്വാഭാവികമായിട്ടും അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ സമൂഹത്തെ നയിക്കാനാണ്, അവർക്ക് വേണ്ടി തന്നെയല്ല. അതുകൊണ്ട് അവരുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ദൈവജനവുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. ഈ വസ്തുത പലപ്പോഴും നേതൃത്വത്തിലുള്ളവർ മറന്നു പോകാറുണ്ട്. ഞാനൊരു ബിഷപ്പാണ്, എനിക്ക് ചിലപ്പോൾ തോന്നാം ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഈ ദൈവജനത്തിലെ എന്ന്. അല്ല എന്ന് വിശുദ്ധ സൂനകദോസ് പറയുന്നു. അങ്ങനെയല്ല, ദൈവജനം എന്നുള്ള ആശയമാണ് പ്രധാനപ്പെട്ടത്. അവരെ നയിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ഈ നേതൃത്വം. ഒരു ലൈൻ ബസ്സുമായിട്ട് ഈ സഭയെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ കഴിയും. നമുക്കറിയാം, ലൈൻ ബസ്സിൽ ഡ്രൈവറായിട്ട് ഒരാളുണ്ട്, കണ്ടക്ടറായിട്ട് ഒരാളുണ്ടാകും, ചിലപ്പോഴൊക്കെ ക്ലീനർമാരും ഉണ്ടാകും. ഈ 3 പേരും ആരുടെ ജനത്തെയാണ് ആരുടെ വണ്ടിയാണ് കൊണ്ടുപോകുന്നത്? മിക്കവാറും ആ ബസ് അവരുടെ ആയിരിക്കില്ല, അവർ തൊഴിലാളികളായിരിക്കും. ആ ബസ് വേറൊരു ഉടമസ്ഥൻ്റേതാണ്. ഇതിൽ കയറുന്ന ജനം ആ ഉടമസ്ഥൻ്റേതുമല്ല. ഇവിടെ നമുക്കറിയാം, ഈ സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ ആ ജനത്തെ നയിക്കാനുള്ള തൊഴിലാളികളാണ് ഈ നേതൃത്വത്തിലുള്ളവർ. അവരുടെ പ്രാധാന്യം അതാണ്. തൊഴിലാളികൾ പ്രാധാന്യമില്ലാത്തവരെന്നുള്ള അർത്ഥത്തിലല്ല.
വണ്ടിയുടെ ഡ്രൈവർ അയാൾ രാത്രിയും പകലും ഇമ വെട്ടാതെ റോഡിലുള്ള കുണ്ടും കുഴിയും തടസ്സങ്ങളുമെല്ലാം നോക്കി വണ്ടിയെ സുരക്ഷിതമായിട്ട് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം. എല്ലാവരും ഇരുന്ന് ഉറങ്ങും, പക്ഷേ ഡ്രൈവർക്ക് ഉറങ്ങാൻ പറ്റില്ല. കണ്ടക്ടർ വിശ്വസ്തയോട് കൂടിയിട്ട് ഇവരിൽ നിന്നെല്ലാം പണം വാങ്ങി അത് ഈ ഉടമസ്ഥന് തിരികെ കൊടുക്കണം. ക്ലീനർ എന്ത് ചെയ്യണം? ഈ വണ്ടിയുടെ സുരക്ഷ, അല്ലെങ്കിൽ അതിൻ്റെ കേടുപാടുകൾ, അല്ലെങ്കിൽ ഈ വണ്ടി നിർത്തേണ്ട സ്ഥലങ്ങൾ, ഇതൊക്കെ തീരുമാനിച്ച് വിശ്വസ്തയോടുകൂടി ചെയ്യണം. ഈ ജനത്തിൻ്റെയോ ഈ വണ്ടിയുടെ ഉടമസ്ഥനല്ല അവർ. ഇത് തന്നെയാണ് സഭയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. സഭ ദൈവജനമെന്ന് പറയുന്നത് അതിൻ്റെ നേതൃത്വത്തിലുള്ളവരുടെ സ്വത്തല്ല. അവരല്ല അതിൻ്റെ ഉടമസ്ഥർ. അവരെ ദൈവം, ഈ ദൈവജനത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം ശുശ്രൂഷിക്കാനായിട്ട്, നയിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരുടെ മേൽ അധികാരം പ്രയോഗിക്കേണ്ടി വരും. പക്ഷേ അത് അവരെ നശിപ്പിക്കാനല്ല, അവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, അവരെ പീഡിപ്പിക്കുവാനല്ല, അവരെ നയിച്ച് നന്മയിലേക്ക് നയിക്കാൻ, ദൈവത്തെങ്കിലേക്ക് നയിക്കാൻ. അപ്പോൾ ഇതാണ് രണ്ടാം വത്തിക്കാൻ സോനോദോസ് അവതരിപ്പിച്ച സഭാവിജ്ഞാനീയം. ഒരു തരത്തിൽ ഈ സഭാവിജ്ഞാനീയത്തിന് ഒരല്പം കൂടി ഒരു വിശദീകരണം കൊടുക്കുകയാണ് പരിശുദ്ധ പിതാവ്. ഈ രണ്ട് സിനഡുകൾ വിളിച്ച അദ്ദേഹം റോമിൽ, രണ്ടിലും ഉണ്ടായിരുന്ന ചിന്താവിഷയം കുടുംബം തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ്? ഈ ദൈവജനത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് കുടുംബമാണ്. ഈ കുടുംബത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്? പരിശുദ്ധ പിതാവ് തന്നെ പറയുന്നുണ്ട് പലപ്പോഴും, ഈ കുടുംബത്തെക്കുറിച്ച് വളരെ ആദർശപൂർവമായിട്ടുള്ള നിയമത്തിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ മാത്രമുള്ള ഒരു ചിത്രം സഭയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വിവാഹത്തിന് കുടുംബങ്ങൾക്ക് അത് നിയമം വേണ്ട എന്നല്ല, അതിലുപരിയായിട്ട് ആ നിയമവുമായിട്ട് താരതമ്യം ചെയ്ത് കുടുംബത്തെ നിങ്ങൾ നിർവചിക്കാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ ഈ സഭയുടെ നേതൃത്വവുമായിട്ട് ബന്ധപ്പെടുത്തി കുടുംബത്തെ നിർവചിക്കാൻ ശ്രമിക്കരുത്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. അങ്ങനെ ഇന്നത്തെ ഈ പ്രതിസന്ധിയിലായിരിക്കുന്ന കുടുംബങ്ങളെ സഹായിച്ച് ഈ ദൈവജനമാക്കി വീണ്ടും ദൈവത്തിങ്കിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാനുള്ള കടമ ഈ നേതൃത്വത്തിനുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ കുടുംബം നന്നായിട്ട് പോകണമെങ്കിൽ കുടുംബത്തിലുള്ളവർ, ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും എന്ത് ചെയ്യണമെന്നും ഇതിലൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു നമുക്കൊരു സമ്മറി, ഒരു സംഗ്രഹം വേണമെങ്കിൽ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ പ്രസാധനക്കുറിപ്പിൽ നിന്ന് എടുക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഒന്നാമത്തേതായിട്ട് പറയുന്ന കാര്യം, ഒന്നാമത്തെ അധ്യായത്തിൽ ഇതിന് 9 അധ്യായങ്ങളുണ്ട്. ഈ 9 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഈ കുടുംബം എന്നുള്ള യാഥാർത്ഥ്യം അത് ശിഥിലമാകാതെ ഈ സമൂഹത്തിൻ്റെയും സഭയുടെയും അടിത്തറയായിട്ട് നിലകൊള്ളണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത്തെ അധ്യായത്തിൽ വിശകലനം ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കുടുംബത്തെ നമ്മൾ കാണേണ്ടത്. അതായത് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട തിരുവചനങ്ങളുടെ വിചിന്തനങ്ങളും അതിൻ്റെ വെളിച്ചത്തിൽ ദാമ്പത്യ ഐക്യത്തിൻ്റെ മഹനീയത, സന്താനോൽപാദനം, ശിശു എന്ന് പറയുന്ന അല്ലെങ്കിൽ കുട്ടികളെന്ന് പറയുന്ന ദാനം, അവരെ വളർത്തൽ, കുടുംബങ്ങൾ നേരിടുന്ന വൈഷമ്യങ്ങൾ എന്നിവ അതിൻ്റെ സമഗ്രതയിൽ ഈ 1-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന തിരുവചനങ്ങളും പാപ്പ അനുസ്മരിക്കുന്നു. 128-ാം സങ്കീർത്തനം ശ്രദ്ധേയമാംവിധം ഇതിനകത്ത് ഉൾച്ചേർത്തിട്ടുണ്ട്. അതായത് കേവലം ഒരു പ്രശ്നത്തെ അവതരിപ്പിക്കുക മാത്രമല്ല പരിശുദ്ധ പിതാവ് ചെയ്യുന്നത്, പ്രത്യുത ഇതിനാശ്വാസം നൽകുന്ന, പരിഹാരം നൽകുന്ന ചില കാര്യങ്ങൾ കൂടിയാണ് അവതരിപ്പിക്കുന്നത്. എങ്ങനെ ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ സമീപിക്കണം? കേവലം ഒരു നിഷേധാത്മകമായിട്ട് സമീപനം, ഇതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല, ഇത് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിങ്ങനെയൊക്കെ പോവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു നിരാശ കലർന്ന സമീപനം വിട്ടിട്ട് പ്രത്യാശയോട് കൂടിയിട്ട് കുടുംബങ്ങൾക്കും ഈ കുടുംബങ്ങളെ നയിക്കുന്നവർക്കുമൊക്കെ അവയെ കാണാൻ കഴിയുക. അതാണ് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, വിശുദ്ധ ഗ്രന്ഥവചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്. 2-ാം അധ്യായത്തിൽ കുടുംബജീവിതത്തിൻ്റെ അനുഭവങ്ങളും വെല്ലുവിളികളും അതുപോലെ കാലിക പ്രതിസന്ധികളുമൊക്കെയാണ് പറയുന്നത്. വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് അതിൻ്റെ എല്ലാ സമഗ്രതയിൽ വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് കുടുംബജീവിതം അനുഭവിക്കുന്ന വെല്ലുവിളികൾ ധാരാളമുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ എന്നെ കാണുന്ന, ശ്രവിക്കുന്ന കുടുംബജീവിതക്കാർക്കറിയാം
എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന്. ഒരുപക്ഷെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നെപ്പോലെ സഭയുടെ നേതൃത്വത്തിലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു ഒരു അച്ഛനെക്കുറിച്ച്. അച്ഛൻ ഈ പള്ളിയിൽ കുർബാനയുടെ നേരത്ത് കുട്ടികൾ കരയുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ്, ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ കുട്ടികൾ കരഞ്ഞാൽ ഉടനെ തന്നെ അച്ഛൻ പറയും, എടുത്തുകൊണ്ട് പോകാൻ പറയും, ആ കൊച്ചിനെ എടുത്തിട്ട് പുറത്ത് പോകാൻ പറയും. അപ്പോൾ ഞാനിങ്ങനെ ഒരിക്കൽ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയൊരു ചിന്ത ഇതാണ്: ഈ അമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിൽ വരാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പാട് സഹിച്ച് കാണും. അമ്മ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റതാകും, ഈ കുട്ടിയെ കുളിപ്പിച്ച് അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് മുറ്റമൊക്കെ അടിച്ച് ഒക്കെയാണ് അമ്മ വരുന്നത്. നടന്നിട്ടാണ് വരിക. ഒരു 2-3 കിലോമീറ്ററെങ്കിലും അമ്മ നടന്നു കാണും. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വീട്ടിലെ ജോലിയെല്ലാം ചെയ്തിട്ട് അമ്മ ഈ പള്ളിയിലേക്ക് വരുന്ന ആ വിഷമം പിടിച്ച സ്ഥിതി ഒരുപക്ഷെ ഇത് പറഞ്ഞ് അച്ഛന് മനസ്സിലായി കാണില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഇല്ലാതാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ധാരാളമുണ്ട്. മക്കളുടെ പേരിൽ വിഷമിക്കുന്ന മാതാപിതാക്കൾ, മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ. ഇതിനെല്ലാമാണ് 2-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കുടുംബത്തിൽ ആരാ വലുതെന്നുള്ള ചിന്തകൾ, വ്യക്തിപ്രാധാന്യവാദം, അതുപോലെ മാനസിക സംഘർഷങ്ങൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, മദ്യാസക്തിക്ക് അടിപ്പെട്ടവർ, മറ്റ് ചൂതുകളി പോലെയുള്ള പണം വെച്ചുള്ള ചീട്ടുകളി അങ്ങനെയുള്ള തുടങ്ങിയവയ്ക്ക് അടിപ്പെട്ടവർ, അക്രമവാസനകളുള്ളവർ, വഴക്കുകൾ, അല്ലെങ്കിൽ ഭാര്യ അറിയാതെ ഭർത്താവിന് വേറെ കൂട്ടുകാരി, ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് വേറെ കൂട്ടുകാരൻ, അങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങൾ, അതുമല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പുള്ള ചില സഹവാസങ്ങൾ, സ്ത്രീകളോടുള്ള വിവേചനം, അക്രമം, അടിമത്തം, ചൂഷണം, പ്രജനന പ്രക്രിയ ദുരുപയോഗം ചെയ്യുന്ന സാങ്കേതികവിദ്യ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തെ അലട്ടുന്നുണ്ട്. അതേക്കുറിച്ചെല്ലാമാണ് ഈ 2-ാം അധ്യായത്തിൽ പറയുന്നത്. ഇനി വീണ്ടും യാഥാർത്ഥ്യബോധത്തോടുകൂടി ഇവയെല്ലാം അഭിമുഖീകരിക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെടുകയാണ്. ഇതിങ്ങനെയാണ്. നമ്മളതിനെ ഒരു ആദർശത്തിൻ്റെ രൂപത്തിൽ സമീപിച്ചിട്ട് കാര്യമില്ല. ആദർശം ഇതാണ്, അതുകൊണ്ട് അങ്ങനെ ആകാനായിട്ട് വാശി പിടിക്കുന്നു. ആകാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഈ സ്ഥിതിവിശേഷങ്ങളെ നീതീകരിക്കുകയല്ല ചെയ്യുന്നത്. പ്രത്യേക അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തി സമീപന രീതികളിൽ മാറ്റം വരുത്തുക, അതേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ. പലപ്പോഴും ഈ കുടുംബസിനഡിൻ്റെയൊക്കെ സമയത്ത് നടന്നിരുന്നത് ഒരു ചർച്ചയുണ്ടായിരുന്നു. മാർപ്പാപ്പ കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളെല്ലാം മാറ്റാൻ പോവുകയാണ്. ഇല്ല, അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞ ഈ പ്രബോധനങ്ങൾ നിലനിൽക്കുന്നു, പക്ഷേ നമ്മളവയെ സമീപിക്കേണ്ട നമ്മുടെ ശൈലി മാറണം. ഇതാണ് പറഞ്ഞത്. വീണ്ടും ദമ്പതിമാരിൽ സ്നേഹം സംജാതമാക്കുന്ന ക്രിസ്തു സാന്നിധ്യത്തെയാണ് അനുസ്മരിക്കും. 3-ാം അധ്യായത്തിൽ വിശ്വാസികളുടെ മനസ്സാക്ഷി രൂപീകരിക്കാനാണ്, പകരം നിൽക്കാനല്ല സഭാ നേതൃത്വം ശ്രമിക്കേണ്ടത് എന്നാണ് ഈ 3-ാം അധ്യായം പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പലപ്പോഴും ആളുകൾ ചോദിക്കും, എന്താ ചെയ്യേണ്ടത് എന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക. അതാണ് സഭാ നേതൃത്വത്തിൻ്റെ കടമയെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. നീ ഇന്നത് ചെയ്യണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ആ തീരുമാനം ഈ പറയുന്നയാളുടേതാണ്. നേരെ മറിച്ച് ഇതിങ്ങനെ ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ടാക്കി തരിക. ആ തരത്തിലുള്ളൊരു കാര്യത്തിലേക്കാണ് പരിശുദ്ധ പിതാവ് ഈ അജപാലകരുടെ എന്നെപ്പോലെയുള്ളവരെ അനുസ്മരിപ്പിക്കുന്നത്. യേശുവിലേക്ക് നോക്കാനുള്ള ആഹ്വാനമാണ് പാപ്പ നൽകുന്നത്. വിവാഹം ലൈംഗികത ഉൾക്കൊള്ളുന്ന ദൈവിക ദാനം, ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും അലംഘ്യമായ ഐക്യം, ആദിമ പദ്ധതിയെ പുനഃസ്ഥാപിക്കൽ, ഉത്തരവാദിത്വപൂർണമായ പിതൃത്വവും കടമകളും, ദമ്പതിമാരുടെ വിശുദ്ധീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടിയുള്ള കൂദാശ തുടങ്ങിയ കാര്യങ്ങളാണ് മാർപ്പാപ്പ ഇതിനകത്ത് വിവരിക്കുക. അതായത് ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ വിവാഹ ജീവിതം. വിവാഹത്തെ വിശുദ്ധ പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നത് സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ ഓർത്തുകൊണ്ടാണ്, അല്ലെ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇതുപോലെ തന്നെ വിവാഹത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ പിതാവ് അവതരിപ്പിക്കുന്നത്. ഇനി 4-5 അധ്യായങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ അമോരിസ് ലത്തീസ്യ എന്ന് പറയുന്ന
അപ്പസ്തോലിക ഉപദേശത്തിൽ 4-5 അധ്യായത്തിൽ അവിടെ എന്താണ് പറയുന്നത്? അവിടെ പറയുന്നത് പ്രധാനമായും വിശുദ്ധ പൗലോസ്ലീഹായുടെ, അതായത് 1 കൊരിന്ത്യർ 13:2-7 പറയുന്ന വാക്യങ്ങൾ അടിസ്ഥാനമാക്കി കുടുംബജീവിതത്തിൽ സ്നേഹമൊരു ഉപാസനയും കർത്തവ്യവും സർവോപരി അത് രക്ഷാകരവുമാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇതാണ് പാപ്പ പറയുന്നത്. ഈ സ്നേഹത്തെ അവതരിപ്പിക്കുന്ന പറയുന്നത് ഇത് ഒരു ഉപാസന എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ തപസ് ചെയ്തുണ്ടാക്കണം. സ്നേഹം പെട്ടെന്ന് ചുമ്മാ ഉണ്ടാകുകയല്ലോ. അതുപോലെ ഒരു കർത്തവ്യമാണ്, എല്ലാവരുടെയും കർത്തവ്യമാണ് ഈ സ്നേഹം. മാത്രമല്ല ഇതെല്ലാം ഉപരിയായിട്ട് സ്നേഹത്തിലൂടെയാണ് നമ്മൾ ഈ കുടുംബജീവിതത്തെ രക്ഷാകരമാക്കി തീർക്കുക, രക്ഷയുടെ ഉപകരണമാക്കി തീർക്കുക. ഇതാണ് മാർപ്പാപ്പ ഈ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ആർദ്രമായ സ്നേഹത്തിൻ്റെ സന്തോഷം കുടുംബജീവിതം എത്രയധികം മഹത്തരമാക്കുന്നുവെന്ന് പാപ്പ പറയുന്നു. അതായത് ആർദ്രമായൊരു സ്നേഹം, അതിൽ നിന്നുദ്ഭവിക്കുന്ന ഒരു ആനന്ദം, അതാണ് വാസ്തവത്തിൽ ഈ കുടുംബജീവിതത്തെ ആർദ്രമാക്കുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ പ്രാധാന്യം വീണ്ടും പറയുകയാണ്. മിശിഹായി സഭയുമായുള്ള ബന്ധം കുടുംബജീവിതവുമായി താരതമ്യം ചെയ്തിരിക്കുന്നു. കുടുംബജീവിതവുമായി താരതമ്യം ചെയ്തിരിക്കുന്നത് അത് മാർപ്പാപ്പയല്ല, പൗലോസ്ലീഹ തന്നെയാണ്. അത് എടുത്തു പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിരന്തര പരിശ്രമത്തിലൂടെ സുദീർഘമായ സ്നേഹബന്ധം ജീവിതകാലം മുഴുവൻ തുടരണം. സുദീർഘമായ പരിശ്രമത്തിലൂടെ, സുദീർഘമായ പരിശ്രമം ഒരു ദിവസം പരിശ്രമിച്ചാൽ പോരാ, നിരന്തരമായിട്ട് പരിശ്രമിക്കണമെന്നർത്ഥം. വീണ്ടും 5-ാം അധ്യായത്തിൽ പറയുന്നത് ഈ സ്നേഹം എപ്രകാരം ഫലം പുറപ്പെടുവിക്കുന്നു. ദാമ്പത്യ സ്നേഹത്തിൻ്റെ യഥാർത്ഥ ഫലം എന്ന് പറയുന്നത് മക്കളാണെന്നും ഗർഭധാരണം ആഹ്ലാദത്തോടെ കാണണമെന്നും പാപ്പ നിർദ്ദേശിക്കുന്നു. പുതിയ ജീവനെ സ്വാഗതം ചെയ്യൽ, ഗർഭാവസ്ഥയിൽ തന്നെ തുടങ്ങുന്ന സ്നേഹം, മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹം, കുട്ടികളില്ലാത്ത ദമ്പതികൾ, ദത്തെടുക്കലിൻ്റെ മഹത്വം, മറ്റു കുടുംബങ്ങളുമായുള്ള ബന്ധങ്ങൾ, വിശാല കുടുംബമെന്ന ദർശനം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കൽ, വാർദ്ധക്യത്തിലെത്തിയവരോടുള്ള ബന്ധം തുടങ്ങിയവയൊക്കെയാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ അംഗങ്ങൾ എപ്രകാരമാണ് ജനിക്കേണ്ടത്, വളർന്നു വരേണ്ടത്, പരസ്പരം എങ്ങനെയാണ് കരുതേണ്ടത്, ഇതേക്കുറിച്ചാണ് 5-ാം അധ്യായം വിവരിക്കുന്നത്. നമുക്കറിയാം ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണിത്. കുടുംബത്തിൽ തന്നെ പരസ്പരം ആർക്കും ആരോടും ബന്ധമില്ലാത്ത അവസ്ഥ. ഭാര്യയും ഭർത്താവും ജോലിക്കാരൻ, ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭാര്യ വീട്ടിൽ, ഭാര്യ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവ് വീട്ടിൽ, ഭാര്യയും ഭർത്താവും വീട്ടിൽ വരുമ്പോൾ മക്കൾ സ്കൂളിൽ, മക്കളും ഭാര്യയും വരുമ്പോൾ ഭർത്താവില്ല. ചുരുക്കത്തിൽ ഒരുമിച്ച് കാണാത്തൊരവസ്ഥ. ഈ അവസ്ഥാവിശേഷത്തിൽ എങ്ങനെ നമുക്ക് ഇതിനെയെല്ലാം അഭിമുഖീകരിച്ച് കുടുംബത്തെ ശിഥിലപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയും? ഈ ചോദ്യമാണ് മാർപ്പാപ്പ, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരമാണ് മാർപ്പാപ്പ 5-ാം അധ്യായത്തിൽ കൊടുക്കുന്നത്. അതിനൊരു ക്രൈസ്തവമായിട്ട് ഉത്തരമാണ് കൊടുക്കുന്നത്. ആ ഉത്തരം നമുക്കെല്ലാം സ്വീകാര്യമാകേണ്ടതാണ്. ചെയ്യാൻ എളുപ്പമല്ല, പക്ഷേ അതാണ് ക്രൈസ്തവമായ രീതി. വീണ്ടും കുടുംബത്തോടുള്ള സഭയുടെ അഗാധമായ സ്നേഹവും കരുതലും പിതൃതുല്യമായ വാത്സല്യത്തോടെ 6-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു. സഭയോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ആരുടെ സ്നേഹമാണ്? സഭാ നേതൃത്വത്തിൻ്റെ സ്നേഹമാണ്? അല്ല. കുടുംബത്തോടുള്ള സഭയുടെ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന സമൂഹം എപ്രകാരം കുടുംബത്തെ കാണണം, വാത്സല്യത്തോടു കൂടി കാണണം. ഞാനൊരു ബിഷപ്പാണ്, പക്ഷേ ഞാൻ ജനിച്ചത് ബിഷപ്പായിട്ടല്ലല്ലോ. ഞാനും ജനിച്ചത് നിങ്ങളൊക്കെ ജനിച്ചതുപോലെ ഒരു സാധാരണ കുട്ടിയായിട്ടാണ്. എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു, നിങ്ങളെപ്പോലെ തന്നെ. അവസാനം ഞാൻ ഈ സ്ഥിതിയിൽ വിളിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്നത് ഈ കുടുംബത്തെ നമ്മൾ വാത്സല്യത്തോടെ കാണണം. കുടുംബത്തെ നമുക്ക് വേണ്ട എന്ന് വെച്ചിട്ട് മറ്റൊന്നും നേടാമെന്ന് നമ്മൾ കരുതരുത്. കുടുംബമില്ലെങ്കിൽ വീണ്ടും കുടുംബം ഉണ്ടാവില്ല, ദാമ്പത്യ ജീവിതമില്ല, വൈദിക ജീവിതമില്ല, സന്യസ്ത ജീവിതമില്ല. അതുകൊണ്ട് കുടുംബത്തെ നമ്മൾ വാത്സല്യത്തോടെ കാണണം. വിനയത്തോടും സഹാനുഭൂതിയോടും കൂടെ കുടുംബങ്ങളിൽ ഇറങ്ങിച്ചെല്ലുവാൻ സഭാ നേതൃത്വത്തോട് പാപ്പ ആഹ്വാനം ചെയ്തു. 2 കാര്യങ്ങളാണ് പറയുന്നത്. വിനയത്തോടും സഹാനുഭൂതിയോടും കൂടി കുടുംബങ്ങളിൽ ഇറങ്ങിച്ചെല്ലണം. ഒന്ന് വിനയം വേണം ഈ കുടുംബങ്ങളിലേക്ക്. ഞാനും ഒരു കുടുംബത്തിൽ ജനിച്ചയാളാണ്. ഞാൻ ഈയിടെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു തുറക്കുകയാണ്. ആ വീഡിയോ ക്ലിപ്പ് ഇതാണ് പറയുന്നത്.
ഒരു പെൺകുട്ടി, യുവതി, അവളിങ്ങനെ കമ്പ്യൂട്ടർ മുമ്പിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ വൃദ്ധനായ പിതാവ് ചെല്ലുകയാണ്, ഒരു മൊബൈൽ ഫോൺ, ഒരു സ്മാർട്ട് ഫോണും കൊണ്ട് ചെല്ലുകയാണ്. എന്നിട്ട് അവളോട് പറഞ്ഞു, എടി ഇതിനകത്തുകൂടി ഈ വാട്സാപ്പിൽ കൂടെ എങ്ങനെയാണ് പടം അയക്കുന്നത് ഒന്ന് കാണിച്ചു തരണമെന്ന്. അവൾ കാണിച്ചു കൊടുത്ത്, ഇത് ഇങ്ങനെ അപ്പച്ചാന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞു, അയാൾ കുറച്ചുകൂടെയൊക്കെ നോക്കി, ഇയാൾക്ക് ഇത് അയക്കാൻ പറ്റുന്നില്ല. വീണ്ടും ചെന്നിച്ചു, മോളെ ഒന്നോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, അത് അയക്കാൻ പറ്റുന്നില്ല. ഉടനെ അവൾ വീണ്ടും പറഞ്ഞു കൊടുത്തു. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ചെന്ന്, എനിക്കത് അയക്കാൻ പറ്റുന്നില്ല മോൾ, നീ ഒന്നോട് പറഞ്ഞതാന്ന്. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പോൾ ഇവൾ പറഞ്ഞു, ഞാനങ്ങ് അയച്ചോളാം, അപ്പച്ചൻ അവിടെ അങ്ങനെ ആയിരുന്നാൽ മതി. അല്ല, എനിക്ക് തന്നെ അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാണ്? ഞാൻ അയച്ചാൽ പോരെ, സാധനം പോയാൽ പോരെ. അപ്പോൾ അപ്പച്ചൻ അത് പോരാ, എനിക്ക് തന്നെ അയക്കണം. എന്നിട്ട് ആ ഫിലിമിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഈ മകള്, അപ്പച്ചന് വേറെ പണിയൊന്നുമില്ല, അതങ്ങ് അയച്ചാൽ പോരെ, അത് ഞാനങ്ങ് അയച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന അപ്പച്ചൻ, ആ മകള്. പക്ഷേ ആ സമയത്ത് ഈ ചെറിയ ക്ലിപ്പിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതിനകത്ത് ഇതാണ്, ഈ യുവതി കുഞ്ഞായിരുന്നപ്പോൾ ഈ അപ്പച്ചൻ്റെ മടിയിലിരുന്ന് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നതാണ്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, ഐഡിയ ഞാൻ ചെയ്തോളാം മോളെ, നീ ചെയ്യണ്ട. ഇല്ല, എനിക്ക് തന്നെ ചെയ്യണം. ഇത് ഇവളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പച്ചൻ. അത് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, സോറി അപ്പച്ച, ഞാൻ പഠിപ്പിച്ചു തരാം. സ്നേഹമുള്ളവർ, ഇതാണ് ഈ സഹാനുഭൂതിയോട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ. ഞാനൊരു ബിഷപ്പ് എന്ന നിലയിൽ ഈ സഹാനുഭൂതി ഞാനിങ്ങനെ വാശി പിടിച്ചിട്ടുണ്ടാകാം ചെറുപ്പത്തിൽ എന്ന് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ സഹാനുഭൂതിയോടെ വിനയത്തോടു കൂടിയിട്ട് കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുക. അങ്ങനെയുള്ള ഒരു പരിശീലനം വേണം. അങ്ങനെയുള്ള പരിശീലനമായിരിക്കണം വൈദികർക്കും ഡീക്കന്മാർക്കും സന്യസ്തർക്കും മതാധ്യാപകർക്കും കൊടുക്കേണ്ടത്. ഇതാണ് പരിശുദ്ധ പിതാവ് 6-ാം അധ്യായത്തിൽ പറയുന്നത്. വീണ്ടും പറയുകയാണ്, കുട്ടികളുടെ വിദ്യാഭ്യാസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസത്തിലും മാനുഷിക മൂല്യങ്ങളിലും വളരാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിൽ മാതാപിതാക്കൾക്കാണ് വലിയ പങ്ക്. കാരണം ആദ്യത്തെ മതാധ്യാപകർ അവരാണ്. ആദ്യത്തെ മതാധ്യാപകർ മാതാപിതാക്കളാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്ക്, അമ്മയുടെ കയ്യിലേക്ക്, ആശുപത്രിയിലാണ് മിഡ് വൈഫ്, നമ്മൾ മലയാളത്തിൽ വയറ്റാട്ടി എന്നൊക്കെ പറയും, പ്രസവിച്ച കുഞ്ഞിനെ എടുത്തിട്ട് അമ്മയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ അമ്മ പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? മോനെ നിന്നെ, അല്ലെ മോളെ നിന്നെ ഞാൻ നിൻ്റെ നാഥനും എൻ്റെ നാഥനും രക്ഷകനുമായ ഈശോയുടെ നാമത്തിൽ സ്വീകരിക്കുന്നു. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ഓതി കൊടുക്കണം, മകനെ നിൻ്റെ നാഥനും രക്ഷകനും ഈശോയാണ്, മകളെ നിൻ്റെ നാഥനും രക്ഷകനും ഈശോയാണ്, ആ ഈശോയെ നീ സ്വീകരിക്കുക, ആ ഈശോയുടെ നാമത്തിലാണ് നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് മറ്റേ ചെവിയിൽ ഓതി കൊടുക്കുക, നിനക്ക് ഈ ദൈവമല്ലാതെ മറ്റാരും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആദ്യമായിട്ട് ആ കുഞ്ഞിൻ്റെ ചെവിയിലേക്ക് ചെല്ലുന്നത് ഈ വാചകങ്ങളായിരിക്കും. അതൊരിക്കലും അവർ മറക്കില്ല. അവർ കേൾക്കുന്നുണ്ട്, പ്രതികരിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. കുഞ്ഞിൻ്റെ മനസ്സിൽ എന്നും പതിഞ്ഞിരിക്കും. അതാണ് ഈ പ്രഥമ മതാധ്യാപകരുടെ ചുമതല. പിന്നീട് അവരുടെ മാതാപിതാക്കളുടെ മാതൃകയൊക്കെ പ്രധാനപ്പെട്ടതാണ്. അവസാനം 8-ാമത്തെ അധ്യായത്തിൽ മാർപ്പാപ്പ പറയുന്നത് എന്താണ്? ഈ കുടുംബജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ബലഹീനതകൾ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ഈ ബലഹീനതകളെ എങ്ങനെയാണ് നമുക്ക് മറികടക്കാനായിട്ട് കഴിയുക? അപ്പോൾ മാർപ്പാപ്പ ഒരു ഇടയൻ എന്ന നിലയിലുള്ള തീക്ഷ്ണമായിട്ടുള്ള ചില നൂതനമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയാണ് ഈ 8-ാം അധ്യായത്തിൽ. അപ്പോൾ ആ കാഴ്ചപ്പാടുകൾ ഇന്ന്, അതേസമയത്ത് തന്നെ പാപ്പ പറയുന്നത് എന്താണ്? പെട്ടെന്ന് അങ്ങോട്ടൊരു തീരുമാനം എടുക്കരുത്. ഈ കാര്യങ്ങളിൽ അവധാനതയോട് കൂടിയിട്ട് വിവേചിച്ചറിയുക, സമന്വയിപ്പിക്കുക, അനുയാത്ര ചെയ്യുക എന്നീ പദങ്ങളാണ് പരിശുദ്ധ പിതാവ് ഉപയോഗിക്കുന്നത്. വിവേചിച്ചറിയുക, സമന്വയിപ്പിക്കുക, അനുയാത്ര ചെയ്യുക. ഇനി 9-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം എന്താണ്? കുടുംബജീവിതത്തിലും അതിൻ്റെ ബന്ധങ്ങളിലും വികസിക്കുന്ന സവിശേഷമായ ആധ്യാത്മികതയും സ്വഭാവവിശേഷങ്ങളുമാണ് ഈ 9-ാം അധ്യായത്തിൽ പറയുന്നത്. സ്നേഹമുള്ളവരെ, അതിമനോഹരമായിട്ടുള്ള കുടുംബത്തെക്കുറിച്ചുള്ള ഒരു കീർത്തനമായിട്ട് ഈ ഉപദേശം നമുക്ക് കാണാം. എല്ലാവരും അത് വായിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, നീയാണല്ലോ കുടുംബത്തെ സൃഷ്ടിച്ചത്. ഞങ്ങളെ ഓരോരുത്തരെയും നീ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു.
കുടുംബജീവിതത്തിൽ ഞങ്ങളെ ജനിപ്പിക്കുകയും ഞങ്ങൾക്കതിനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി തരികയും ചെയ്തുവല്ലോ. ഞങ്ങളെ ജനിപ്പിച്ച മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നവർ, അവരെല്ലാം ഓർക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നത്തെ ലോകത്തിലുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാനായിട്ട്, ഇതിനെ മറികടക്കുവാനുള്ള ശക്തിയും കൃപയുമെല്ലാം എല്ലാ ഭാര്യാഭർത്താക്കന്മാർക്കും മാതാപിതാക്കളും കൊടുക്കണമേ. കുട്ടികളുടെ വിദ്യാഭ്യാസം നീ ആഗ്രഹിക്കുന്ന രീതിയിലായി തീരുവാൻ, നിനക്ക് സാക്ഷ്യം വഹിക്കുന്നവരെ അവരെ വളർത്തുവാനുള്ള കൃപയെല്ലാം മാതാപിതാക്കൾക്ക് കൊടുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ആമേൻ.